ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ കേരള പാഠാവലിയിലെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പരിശോധിക്കുന്ന സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുറച്ച് 3-4 ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പരിശോധിച്ച് കഴിഞ്ഞു. ഇവിടെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അശ്വമേധം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അശ്വമേധം എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പരിശോധിക്കുന്നു. കൂടെ നിന്നോളുക. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഈ ചോദ്യവും ഈ ഉത്തരവും നിങ്ങളുടെ മനസ്സിനകത്ത് പതിഞ്ഞിരിക്കണം, ഉത്തര പേപ്പറിനകത്ത് എഴുതിയിരിക്കണം. ഓക്കെ. അശ്വമേധം എന്ന കവിതയ്ക്ക് താഴെ കൊടുത്ത വരികൾ നൽകുന്ന സവിശേഷ ആശയതലം വിശദീകരിക്കുക. അശ്വമേധം എന്ന കവിതയ്ക്ക് താഴെ കൊടുത്ത വരികൾ നൽകുന്ന സവിശേഷ ആശയതലം വിശദീകരിക്കുക. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വരികൾ? ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെൻ്റെ ചൈതന്യ വീജികൾ, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, കവി പറയുകയാണ്. മായുകില്ലെൻ്റെ ചൈതന്യ വീജികൾ, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഈ വരികൾ കവിതയ്ക്ക് നൽകുന്ന ആശയതലം എന്താണ്? അതാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. എങ്ങനെ എഴുതൂ ഉത്തരം? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദേവാലയങ്ങളിലും രാജകൊട്ടാരങ്ങളിലും ദൈവസ്തുതിപരങ്ങളും രാജസ്തുതിപരങ്ങളും മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന സാഹിത്യത്തെ, സർഗശേഷിയാകുന്ന യാഗാശ്വത്തെ കവിയുടെ പൂർവികർ വീണ്ടെടുത്ത് മണ്ണിനെ പൊന്നണിയിക്കുന്നവരുടേതാക്കി മാറ്റി. അവരിൽ നിന്നാണ് നവയുഗ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളായ അധ്വാനവർഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് കവി ഈ കുതിരയെ വാങ്ങുന്നത്. ഏത് കുതിര? സർഗശേഷിയാകുന്ന കുതിര. അതിനാൽ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തിയാണ് തൻ്റെ കവിത എന്ന് കവി പറയുന്നു. തൻ്റെ കവിത സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കവി. അമാനുഷിക ശക്തിയും മന്ത്രതന്ത്രങ്ങളും വശമില്ലാത്ത എല്ലാ നന്മകളും സ്വപ്നങ്ങളുമുള്ള പച്ച മനുഷ്യനാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും കവി പറയുന്നു. മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൽ അധ്വാനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാവണം കവിത എന്ന കവിയുടെ കാഴ്ചപ്പാടാണ് അശ്വമേധം എന്ന കവിതയുടെ പൊരുൾ. കവിയുടെ ഈ കാവ്യദർശനമാണ് ഈ വരികളിലുള്ളത്. ഒന്നുകൂടി കേൾക്കുക, സെറ്റാക്കി വെച്ചോളുക. ദേവാലയങ്ങളിലും രാജകൊട്ടാരങ്ങളിലും ദൈവസ്തുതിപരങ്ങളും രാജസ്തുതിപരങ്ങളും മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന സാഹിത്യത്തെ, അതായത് സർഗശേഷിയാകുന്ന യാഗാശ്വത്തെ കവിയുടെ പൂർവികരായിട്ടുള്ള കവികൾ വീണ്ടെടുത്ത് മണ്ണിനെ പൊന്നണിയിക്കുന്നവരുടേതാക്കി മാറ്റി. അവരിൽ നിന്നാണ്, നവയുഗ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളായ അധ്വാനവർഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് കവി ഈ കുതിരയെ വാങ്ങുന്നത്. അതിനാൽ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തിയാണ് തൻ്റെ കവിത എന്ന് കവി പറയുന്നു. തൻ്റെ കവിത സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കവി. അമാനുഷിക ശക്തിയും മന്ത്രതന്ത്രങ്ങളും വശമില്ലാത്ത എല്ലാ നന്മകളും സ്വപ്നങ്ങളുമുള്ള പച്ച മനുഷ്യനാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും കവി പറയുന്നു. മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൽ അധ്വാനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാവണം കവിത എന്ന കവിയുടെ കാഴ്ചപ്പാടാണ് അശ്വമേധം എന്ന കവിതയുടെ പൊരുൾ. കവിയുടെ ഈ കാവ്യദർശനമാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ? കൃത്യമാക്കി തലയിലേക്ക് കയറ്റി വെച്ചോളുക. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉത്തരം എഴുതിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.